ട്രാഫിക് പ്രശ്നവും നാഷണൽ ഹൈവേയുടെ പണി പൂർത്തിയാക്കാത്ത വിഷയവുമാണ് ഇന്ന് വളരെ ഗൗരവമായിട്ട് ചർച്ച ചെയ്യാൻ വേണ്ടിയിട്ട് മീറ്റിംഗ് വിളിച്ചു ചേർത്തത്. ബഹുമാനപ്പെട്ട കളക്ടറും ഡിവൈഎസ്പിയും RDO ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥന്മാർ ഉണ്ടായിരുന്നു. എല്ലാ ഇതുമായി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാരെ മുഴുവൻ വിളിച്ചു ചേർത്തിട്ടാണ് ഇന്നത്തെ മീറ്റിംഗ് നടത്തിയത്. അതിൽ കുറെ കാലമായി വടകര അനുഭവിക്കുന്ന പ്രശ്നങ്ങളാണ്, പ്രത്യേകിച്ച് പറയേണ്ടതില്ല, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. അതിൽ പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ ഞാൻ പറയാം. ഒന്ന്, കുറച്ച് തീരുമാനങ്ങൾ നമ്മൾ ഇന്നത്തെ മീറ്റിംഗിന്റെ ഭാഗമായിട്ട് എടുത്തിട്ടുണ്ട്. അതിലൊന്ന്, അപ്പുറത്തുനിന്ന് തലശ്ശേരി ഭാഗത്തുനിന്ന് വരുന്ന വാഹനങ്ങൾ പെരുവാട്ടൻതാഴ വെച്ചിട്ട് അവിടുത്തെ ആ പാലത്തിന്റെ അടിയിൽ ഒഴിവാക്കിയിട്ട് അവിടുന്ന് നേരെ പഴയ സ്റ്റാൻഡിലേക്ക് കടക്കുന്ന രൂപത്തിലേക്ക് മാറ്റാനുള്ള ഒരു തീരുമാനം. ഇങ്ങനെ ടേൺ ചെയ്ത് വരുന്നതിന് പകരം അവിടെ കോൺക്രീറ്റ് ചെയ്ത് വാഹനം താഴേക്ക് വരാനുള്ള തീരുമാനമെടുത്തിട്ടുണ്ട്. അത് 2 ദിവസം കൊണ്ട് ബുധനാഴ്ചയാകുമ്പോഴേക്കും അതിന്റെ പണി പൂർത്തിയാക്കിയിട്ട് അതുവഴി വാഹനം കടത്തിവിടുന്ന ഒരു തീരുമാനമാണ്. മറ്റൊന്ന്, ഈ ലിങ്ക് റോഡിൽ നിന്ന് നേരെ പോകുന്ന വാഹനം അതും ഇങ്ങനെ വളഞ്ഞിട്ടാണ് പോകുന്നത്. അതും നേരെ ആ പാലത്തിന്റെ അടിയിൽ കൂടി കോൺക്രീറ്റ് ചെയ്ത് നേരെ ഹോസ്പിറ്റൽ റോഡിലേക്ക് കടത്തിവിടുന്ന ഒരു തീരുമാനം, ഒരു മാറ്റം ഉണ്ടാക്കാനുള്ള ഒരു തീരുമാനം എടുത്തിട്ടുണ്ട്. പിന്നെ പ്രധാനമായിട്ട് നമ്മുടെ ഈ വടകരയിൽ പഴയ ബസ് സ്റ്റാൻഡ്, 5 വിളക്ക് ജംഗ്ഷനിൽ നിന്ന് RDO ഓഫീസ് വരെയുള്ള സ്ഥലങ്ങളിൽ നടുക്ക് ഡിവൈഡർ വെച്ചുകൊണ്ട് 2 സൈഡിലേക്കും വാഹനങ്ങൾ 2 ഭാഗത്ത് കൂടെ വിടുന്ന രൂപത്തിലേക്കുള്ള കർശനമായ തീരുമാനമെടുത്തിട്ടുണ്ട്. അത് നേരത്തെ പോലീസ് അങ്ങനെ ഒരു സംവിധാനം നടത്തിയിരുന്നു. പക്ഷേ രാത്രികാലങ്ങളിൽ അത് ആരൊക്കെയോ എടുത്തുകൊണ്ടുപോയി നശിപ്പിക്കുകയും ചെയ്തു. പഴയ പോലെ തന്നെ ഓവർടേക്ക് ചെയ്ത് വാഹനങ്ങളും ഓട്ടോറിക്ഷകളും ഒക്കെ വന്നതിന്റെ ആ ഒരു വലിയ ട്രാഫിക് നമുക്ക് അനുഭവപ്പെടുന്നുണ്ട്. അതുകൊണ്ട് 1 സൈഡ് മാത്രമേ, 2 അപ്പുറത്തും ഇപ്പുറത്തും 2 സൈഡാക്കി മാത്രം വാഹനങ്ങളെയും നടുക്ക് ഡിവൈഡർ വെച്ചുകൊണ്ട് വേർതിരിക്കാൻ ആവശ്യമായ തീരുമാനം. അതുപോലെ തന്നെ സീബ്ര ലൈനിൽ കൂടി ക്രോസ് ചെയ്യാൻ മാത്രം ആളുകൾ ശ്രമിക്കുക എന്നുള്ളത് പരമാവധി നമ്മുടെ ഈ നാട്ടിലെ ബഹുജനങ്ങളോട് ഞങ്ങൾക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. സീബ്ര ലൈനിൽ ക്രോസ് ചെയ്യുക, എല്ലാ സ്ഥലത്തു നിന്നുള്ള ക്രോസിംഗ് അവസാനിപ്പിക്കുക. അവിടെ ഈ സീബ്ര ലൈനുള്ള സ്ഥലത്ത് പോലീസ് നിർത്തിയിട്ട് ഒരു കുറച്ച് കൂടുതൽ ആളുകൾ വരുമ്പോൾ ക്രോസ് ചെയ്യുന്നത് സാഹചര്യം ഉണ്ടാക്കുക, അടിക്കടി വാഹനങ്ങൾ പോകുന്നത് ഒഴിവാക്കുക എന്നുള്ളതൊരു വിഷയം. പിന്നെ മറ്റൊന്ന്, ഈ ലിങ്ക് റോഡിലുള്ള നേരത്തെ ലിങ്ക് റോഡിൽ നിന്ന് മാറ്റി ഉണ്ടായിരുന്ന പാർക്കിംഗ് നമ്മുടെ റെഗുലേറ്ററി കമ്മിറ്റി തീരുമാനപ്രകാരം ബസ് സ്റ്റാൻഡിലേക്ക് മാറ്റിയിരുന്നു. ആ തീരുമാനം തൽക്കാലത്തേക്കൊന്ന് പരിശോധിക്കാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട്. അത് ഈ ഓണം കഴിയുന്നത് വരെ, എങ്കിലും ആദ്യഘട്ടം എന്ന നിലയ്ക്ക് ഓണം കഴിയുന്നത് വരെ ആ ലിങ്ക് റോഡിൽ നിന്നുള്ള പാർക്ക് തന്നെ തുടരാൻ, നേരത്തെ പോലെ തന്നെ റിംഗ് റോഡിൽ ബസ് പാർക്ക് ചെയ്ത് ആളുകളെ ഇറക്കുന്ന ഒരു സംവിധാനം, ഈ ചുറ്റി മാർക്കറ്റ് റോഡ് വഴി വരുന്നത് ഒഴിവാക്കി ലിങ്ക് റോഡിൽ തന്നെ ഇറക്കാനുള്ളത് താൽക്കാലികമായിട്ട് ഓണം കഴിയുന്നത് വരെയെങ്കിലും ഇപ്പോൾ നടത്താൻ അത് ഈ ഒരു കളക്ടർ നാളെ ഓർഡർ ഇടും. അതിന്റെ ഭാഗമായിട്ട് അതിനുശേഷം ഈ ട്രാഫിക്, ഈ സർവീസ് റോഡൊക്കെ ക്ലിയർ ചെയ്താൽ പഴയ പോലെ തന്നെയാക്കുന്ന കാര്യം ആലോചിക്കാം. തൽക്കാലം ഇപ്പം ഈ ലിങ്ക് റോഡിൽ തന്നെ ബസ് പാർക്ക് ചെയ്താനും ആളുകളെ ഇറക്കാനുമുള്ള ഒരു സംവിധാനം ഉണ്ടാക്കുക എന്നുള്ള ഒരു തീരുമാനം എടുത്തിട്ടുണ്ട്. 5-ാം തീയതി ഒരു സമരമോ മറ്റോ പ്രഖ്യാപിച്ചിട്ടുണ്ട്. അത് പിൻവലിക്കണം എന്നുള്ളതും കൂടിയാണ് ഞങ്ങൾക്ക് ഈ അവസരത്തിൽ അഭ്യർത്ഥിക്കാനുള്ളത്. അപ്പം ആ തീരുമാനം അത് നടപ്പാക്കും. പിന്നെ MRAയുടെ അടുത്ത് നേരെ ആ സർവീസ് റോഡ് നേരെ അങ്ങോട്ട് പോകുന്നത്, ആ സർവീസ് റോഡ് ക്ലിയർ ചെയ്യും. എന്നിട്ട് കരിമ്പനപ്പാലത്ത് ആ സർവീസ് റോഡ് നേരെ കരിമ്പനപ്പാലത്ത് ഇപ്പുറത്തെ ലെഫ്റ്റ് സൈഡിലുള്ള സർവീസ് റോഡ് ക്ലിയർ ചെയ്ത് 2 ഭാഗത്ത് കൂടെയും വാഹനങ്ങൾ വിടുന്ന സംവിധാനം ഉണ്ടാക്കുക എന്നുള്ളതാണ് മറ്റൊരു തീരുമാനം. ആ കരിമ്പനപ്പാലമാണ് നമുക്ക് ഏറ്റവും കൂടുതൽ ബ്ലോക്ക് ഉണ്ടാവുന്നത്. അപ്പം ഒരു സൈഡിൽ കൂടി മാത്രം വാഹനം പോകുന്നതാണ് ഇപ്പം വലിയ പ്രശ്നമായിരിക്കുന്നത്. അതുകൊണ്ട് ലെഫ്റ്റ് സൈഡിലുള്ള സർവീസ് റോഡ് ക്ലിയർ ചെയ്ത് ആ സൈഡിൽ കൂടി വാഹനം വിടാനും അപ്പുറത്തുനിന്ന് വരുന്നത് ഈ സൈഡിൽ കൂടി വിടാനുമുള്ള ഒരു തീരുമാനം, അത് ഒരാഴ്ച കൊണ്ട് അത് സർവീസ് റോഡിന്റെ പണി പൂർത്തിയാക്കി ആ കരിമ്പനപ്പാലത്തുള്ള അത് ചെയ്യാൻ വേണ്ടിയിട്ട് NH അധികാരികൾക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഈ നമ്മുടെ വടകരയിലുള്ള സർവീസ് റോഡിന്റെ പ്രശ്നം, ആ സർവീസ് റോഡ് ഈ മഴ മാറിയാൽ ഉടനെ ഒരു 3-4 ദിവസം ഒരു ഡ്രൈ ആയി കിട്ടിക്കഴിഞ്ഞാൽ ഉടനെ അത് സർവീസ് റോഡ് ക്ലിയർ ചെയ്യും. ആ സമയത്ത് ട്രാഫിക് മാറ്റം, ഒരു 5-8 മണിക്കൂർ വാഹനങ്ങൾ പോകാതിരിക്കണം എന്നതാണ് NHന്റെ ആളുകൾ പറഞ്ഞത്. ആ സമയത്ത് ട്രാഫിക് തിരിച്ചുവിടാൻ ആവശ്യമായ കാര്യങ്ങൾ പോലീസ് ഉദ്യോഗസ്ഥന്മാർ ചെയ്യും എന്ന് പറഞ്ഞിട്ടുണ്ട്. അത് രാത്രി, അതിർക്ക് ബുദ്ധിമുട്ടില്ലാത്ത രൂപത്തിൽ രാത്രി ആ പണിയെടുത്തുകൊണ്ട് ആ സർവീസ് റോഡ് ഏറ്റവും കൈനാട്ടി വരെയുള്ള സർവീസ് റോഡ്, കരിമ്പനപ്പാലം മുതൽ കൈനാട്ടി വരെയുള്ള സർവീസ് റോഡ് ക്ലിയർ ചെയ്യാൻ ആവശ്യമായ തീരുമാനവും അതും എത്രയും പെട്ടെന്ന് തന്നെ അതിന്റെ ഈ ഒരു മഴ മാറി ഉടനെ തന്നെ അവരത് പണി പൂർത്തിയാക്കാൻ ആവശ്യമായ തീരുമാനങ്ങൾ കൂടി എടുത്തിട്ടുണ്ട്. മുക്കാളിലുള്ള മണ്ണിടിച്ച് ഇന്നലെ നമ്മള് NH ഉദ്യോഗസ്ഥരും കളക്ടർ ഉൾപ്പെടെയുള്ള മീറ്റിംഗ് രാത്രി നടത്തിയിട്ട് തീരുമാനമായിട്ടുണ്ട്. ഒക്ടോബർ 15-നുള്ളിൽ
അത് പൂർണ്ണമായിട്ടും പൂർത്തിയാക്കും. അവിടെ മാറ്റി താമസിച്ച വീട്ടുകാർക്ക് വാടക കൊടുക്കാത്ത പ്രശ്നമുണ്ട്. ആ വാടക എത്രയും പെട്ടെന്ന് കൊടുക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞിട്ടുണ്ട്. അതിന് തീരുമാനമായിട്ടുണ്ട്. ഇനി ഏതെങ്കിലും വീട് എക്വയർ ചെയ്യണമെങ്കിൽ ആ കാര്യങ്ങൾ കൂടി NHI പരിശോധിക്കുന്നുണ്ട്. ഇപ്പുറത്ത് പണി കഴിഞ്ഞ ഭാഗത്ത് മണ്ണ് ഫില്ല് ചെയ്യാതെ ഗ്യാപ്പായിട്ട് വീട്ടുകാർക്ക് പോകാൻ പറ്റാത്തൊരു സാഹചര്യമുണ്ട്. അതും അടിയന്തരമായി പരിഹരിക്കാൻ വേണ്ടി ഇന്നലത്തെ മീറ്റിംഗിൽ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഇല്ലില്ല, അതിനെപ്പറ്റി തീരുമാനം എടുത്തിട്ടില്ല. കാരണം അത് നമ്മളുടെ തലത്തിലും തീരുമാനം എടുക്കാൻ പറ്റില്ല. കാരണം അത് നാഷണൽ ഹൈവേയുടെ ഹയർ അതോറിറ്റീസിൽ പോയി അവരത് എഗ്രി ചെയ്താൽ മാത്രമേ ചെയ്യാൻ പറ്റൂ. വളരെയധികം അലൈൻമെന്റ് ഡിഫറൻസ് വരുന്ന പ്രപ്പോസൽസ് ആണ് അതെല്ലാം. അപ്പം അത് കൃത്യമായിട്ട് ടെക്നിക്കൽ ഫീസിബിലിറ്റി നോക്കിയിട്ട് മാത്രമേ നമുക്ക് ചെയ്യാൻ പറ്റൂ. അറിയാം, സമരം നടക്കുന്ന കാര്യം അറിയാം, പറഞ്ഞല്ലോ. പക്ഷെ ഓരോ ചേഞ്ച് വരുമ്പോഴും അതില് വലിയ എമൗണ്ട് ഇൻവോൾവ് ആവുന്നുണ്ട്. അതിനപ്പുറം ഇത് എത്രത്തോളം ഇപ്പൊ ഡിലേ ആയിട്ടുണ്ടോ അത്രത്തോളം ഡിലേ ഇനിയും കൂടി വരാനുള്ള സാധ്യതയുണ്ട്. അപ്പം എല്ലാം കൂടി ആലോചിച്ചിട്ട് അതിന്റെ ടെക്നിക്കൽ ഫീസിബിലിറ്റി വെച്ചിട്ട് എന്താണോ നടപ്പിലാക്കാൻ പറ്റുന്നത് അത് നമ്മൾ ആലോചിച്ചിട്ട് ചെയ്യുന്നുണ്ടാവും. സ്ഥലമെടുക്കുന്ന ഒറ്റ കാര്യമാണ് കഴിഞ്ഞ ഇതിൽ NHI പറഞ്ഞത്. അത് നമ്മളെ മുക്കാളി ഹാർബർ റോഡിൽ അവിടെ വാഹനങ്ങൾ വീതി പോകാൻ പറ്റില്ല എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ ആ 2 സ്ഥലത്തും സ്ഥലം എക്വയർ ചെയ്യാം എന്നുള്ളതാണ് കഴിഞ്ഞ മീറ്റിംഗിൽ കലക്ടറോട് NHI ടേൺ ചെയ്യുന്നതിന് വേണ്ടിയിട്ട്. ഈ വടകരയിലെ ട്രാഫിക് പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വേണ്ടിയിട്ട് പഠനം നടത്താൻ വേണ്ടിയിട്ട് NIT ഒരു ടീമിന് നിർദ്ദേശം കൊടുത്ത് ആ പഠനം നടത്തി നമുക്ക് എന്തൊക്കെ മാറ്റങ്ങൾ വരുത്താമുള്ളത് ആ പഠനത്തിന്റെയും കൂടി അടിസ്ഥാനത്തിൽ അടുത്ത മാറ്റങ്ങൾ, താൽക്കാലികമായുള്ള ചില മാറ്റങ്ങളാണ് ഇപ്പോൾ ആലോചിച്ചത്.